നീ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. നമ്മൾ ഏകദേശം എല്ലാം ഒതുക്കിയല്ലോ. ഇനിയിപ്പൊ ഇല വെട്ടണം. ഞാൻ ചേട്ടനെ പോയി വിളിച്ചിട്ട് വരട്ടെ. അപ്പുറത്തെ പറമ്പിൽ നിന്നല്ലേ ഇല എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ പോയി അതും കൂടെ എടുത്തിട്ട് വരാം. മോളെ നീ എന്താണ് ഇവിടെ നിൽക്കുന്നത്? നീ പോയി കളിച്ചോ. നീ ആ പിള്ളേരോടൊക്കെ പോയി കളിക്കിപ്പോ. ഇവിടെ മൊബൈലും കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ വാഴയില ഒന്ന് വെട്ടണം. ഇങ്ങോട്ട് വന്നാണ് നീ രണ്ടെല്ലാം ഇങ്ങോട്ട് വെട്ടിയെടുക്കും. ചേട്ടാ മോളെ കാണാനില്ലല്ലോ. അവരെത്താനെന്ന് പറഞ്ഞ സമയമല്ല. ചേട്ടാ ഒന്ന് വിളിച്ചു നോക്ക്. എന്താണെന്ന് അറിയില്ലല്ലോ. ആ മോള് വിളിക്കുന്നുണ്ടല്ലോ. ആ മോളെ നിങ്ങൾ എവിടാ? ഓണത്തിന് എനിക്ക് വരാൻ പറ്റില്ലായിരുന്നു. അതെന്താ മോളെ നീ വരാത്തെ? എനിക്ക് ലീവ് തന്നില്ല സാറ്. നീ വരുമെന്നല്ലേ പറഞ്ഞേ? എന്തോ അത്യാവശ്യ വർക്ക് കാരണം സാറ് പറഞ്ഞു ഒന്നുകൂടെ കേറണം, ലീവ് പിന്നെ തരാം. മോളെ എന്താ മോളെ എല്ലാ പ്രാവശ്യം നീ ഞങ്ങളെ ഇങ്ങനെ പറ്റിക്കാറാണല്ലോ പതിവ്. ലീവ് തരാത്തിന് എനിക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ഇനി എത്ര കാലം എന്ന് വെച്ചിട്ട് മോളെ കുഞ്ഞുമോളെ കാണാനായിട്ട് കൊത്തിയായിട്ട് വയ്യ. എന്തായാലും അടുത്ത വട്ടം ഞാൻ എന്തായാലും വരാം. മോളെ എല്ലാ പ്രാവശ്യം നീ ഇതല്ലേടാ പറയണം. ഞങ്ങൾ ഇവിടെ എല്ലാം ഒരുക്കി വെച്ച് നിനക്ക് വേണ്ടി സദ്യയൊക്കെ ഒരുക്കി വെച്ച് ഇങ്ങനെ കാത്തിരിക്കല്ലേ. ഈ അമ്മ അച്ഛൻ ഇങ്ങനെ പറ്റിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? എനിക്കറിയാം അമ്മയുടെ വിഷമം. എന്നാലും സാറ് ലീവ് തന്നില്ല. എനിക്കൊന്നും പറയില്ല മോളെ. ഞാൻ ഇനി നിനക്ക് വേണ്ടി എത്ര നാള് ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കണം. അടുത്ത വട്ടം എന്തായാലും ഞാൻ വരാൻ നോക്കാം അമ്മ. ഈ വട്ടം മോളെ അങ്ങനെ പറയണ്ടേ മോളെ. അമ്മ എന്തായാലും എനിക്ക് ഈ വട്ടം പറ്റൂലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അടുത്ത വട്ടം നോക്കാം. ശരി മോളെ, ശരി. എത്ര